देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश। हरे कृष्णा प्रभु जी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന് അടിസ്ഥാനമാക്കിയാണ് ഈ ഭഗവത്ഗീത അവലോകനം ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ ഓരോ അധ്യായം പഠിക്കുന്നു. ഓരോ അധ്യായത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഭഗവാൻ പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു അവലോകനം മാത്രമാണ് ഈ ഭഗവത്ഗീത ഓവർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ ശ്ലോകം വൈസ് ആയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള പഠനമല്ല. അത് മറ്റ് കോഴ്സുകളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കോഴ്സാണ് ഭഗവത്ഗീത അവലോകനം അല്ലെങ്കിൽ ഭഗവത്ഗീത ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 3ാമത്തെ അധ്യായം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഭഗവാൻ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അർജുനന്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ അധ്യായം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ അധ്യായത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? കർമ്മയോഗം അല്ലെ. അതിൽ ആദ്യം തന്നെ അർജുനൻ ചോദിക്കുന്നു, ബുദ്ധിയോഗം കർമ്മയോഗത്തേക്കാൾ ഉപരിയാണെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത് എന്നുള്ള കാര്യം അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മറുപടിയായിട്ട് ഭഗവാൻ നമുക്കൊരിക്കലും കർമ്മം ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ കാരണങ്ങൾ ഭഗവാൻ വിശദീകരിച്ചു കൊടുത്തു. ഒരു ജീവാത്മാവിന് ഒരിക്കലും കർമ്മങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. നിഷ്കർമ്മമായിട്ട് നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണങ്ങൾ ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാരണങ്ങൾ ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട് നമ്മൾക്ക് കർമ്മം ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്? കർമ്മം ചെയ്യാതെ പൂർണ്ണതയിലെത്താൻ സാധിക്കില്ല, സന്യസിക്ക് സാധിക്കില്ല. ജീവാത്മാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ശരീരം നിലനിർത്തണമെങ്കിൽ പോലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. കറക്റ്റാണ്. മതജിയുടെ പേരെന്താണ്? അപ്പൊ മതജി പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മുടെ ശരീരം നിലനിർത്തണമെങ്കിൽ പോലും നമ്മൾ കർമ്മം ചെയ്തേ മതിയാകും. നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, ജീവിത വിജയം നേടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കർമ്മം ചെയ്യണം. ജീവാത്മാവിന്റെ സ്വഭാവം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ജീവാത്മാവ് കർമ്മം ചെയ്യാതിരിക്കുന്നില്ല, അപ്പോഴും ജീവാത്മാവ് കർമ്മം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്രിമമാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് കർമ്മം ഉപേക്ഷിക്കുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുശേഷം ഭഗവാൻ എന്ത് പറഞ്ഞു കൊടുത്തു? ആർക്ക് വേണ്ടി കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അല്ലെ, എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്? യജ്ഞത്തിന് വേണ്ടി കർമ്മം ചെയ്യണം. യജ്ഞത്തിന് വേണ്ടി കർമ്മം ചെയ്യണം. അല്ലെ, യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന എന്ന് പറഞ്ഞു. ആ യജ്ഞത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെ, യജ്ഞത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടം ഉണ്ടാകുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യജ്ഞം ചെയ്യണം എന്നാണ് പറയുന്നത്.
യെസ്, ഭഗവാനെ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. നരകതുല്യമായിരിക്കും, അല്ലെങ്കിൽ നരകതുല്യമായിരിക്കും നമ്മുടെ ജീവിതം. യെസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നരകതുല്യമായിരിക്കും അല്ലെ. മറ്റെന്തൊക്കെ നേട്ടമാണ് യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്? യജ്ഞം ചെയ്താൽ പ്രകൃതി സമാധാനം, അനുകൂലമാകും, നമ്മുടെ മനസ്സ് സന്തുഷ്ടരാകും. പോലും സമാധാനം ഉണ്ടാവില്ല. യജ്ഞം ചെയ്തിട്ടില്ലെങ്കിൽ യജ്ഞം ചെയ്താൽ സമാധാനം ഉണ്ടാവും. ഓക്കെ, ഭഗവാൻ എന്താണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് യജ്ഞം ചെയ്താലുള്ള നേട്ടങ്ങളെ കുറിച്ച്? എല്ലാ യജ്ഞം ചെയ്താൽ ദേവന്മാരും പ്രകൃതി സന്തുഷ്ടരാകും. അനുകൂലമാകും. പ്രകൃതി അനുകൂലമാകും. ദേവന്മാർ യജ്ഞപ്രസാദം കഴിച്ചാൽ നമ്മൾ പാപങ്ങളിൽ നിന്ന് മുക്തരാകും. യെസ്, എല്ലാ മാത്രമല്ല ദേവന്മാരും ദേവന്മാരെ മുക്തരാകും. പ്രീതിപ്പെടും. അങ്ങനെ മഴയും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ യജ്ഞപ്രസാദം കഴിച്ചാൽ എല്ലാ പാപങ്ങളും തീരും. യെസ്, യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ദേവീ ദേവന്മാരെല്ലാവരും സന്തുഷ്ടരാകും, പ്രകൃതി നമ്മൾക്ക് അനുകൂലമാകും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് യാതൊരു ദൗർലഭ്യം ഉണ്ടാകുന്നില്ല, അതേപോലെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും അല്ലെ. യജ്ഞശിഷ്ടാമൃതഭുജോ യജ്ഞശിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ മുച്ചന്തേ സർവകിൽബിഷെ, എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യജ്ഞം ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം യജ്ഞം ചെയ്യുന്നത് ഏത് മനോഭാവത്തോടു കൂടിയായിരിക്കണം എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അർജുനൻ ചോദിച്ചു, ഇത്രയൊക്കെ ആയിട്ടും യജ്ഞത്തിനെ കുറിച്ചൊക്കെ ആളുകൾ കേട്ടിട്ടും എന്തുകൊണ്ട് ആളുകൾ യജ്ഞത്തിലേക്ക് വരുന്നില്ല, യജ്ഞകർമ്മങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നില്ല, അവർ വീണ്ടും പാപകർമ്മങ്ങളിൽ തന്നെയാണ് ചെയ്യുന്നത്, അതിന്റെ കാരണം എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിച്ചു അല്ലെ. അതിന് മറുപടി ഭഗവാൻ എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ട് ആളുകൾ വീണ്ടും കാമമാണ് നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നത്. ചെയ്യുന്നത്. ഭൗതികമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ കാമം ആണ് ഒരു വ്യക്തിയുടെ ശത്രു. ആ കാമം ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല, മറ്റു കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ആ കാമം ആകുന്ന ശത്രുവിനെ എങ്ങനെ തോൽപ്പിക്കാം അതിനുള്ള വഴിയും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്നത് അല്ലെ. എങ്ങനെ തോൽപ്പിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്? ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ബുദ്ധി കൊണ്ട് പരമാവധി ഈശ്വരനെ അറിയണം. കുറിച്ചുള്ള ചിന്തകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പരമമായിട്ടുള്ളതിനെ കുറിച്ച് അറിയണം. ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാണ് ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. പരമമായിട്ടുള്ളതിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, പരമമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് അല്ലെ, ഈശ്വരനാണ്. ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമാകും, നമ്മുടെ ബുദ്ധി ശുദ്ധമാകും. അങ്ങനെ ആ മനസ്സിലും ബുദ്ധിയിലുമുള്ള കാമം, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറും. അങ്ങനെ നമ്മൾക്ക് തുടർച്ചയായിട്ട് യജ്ഞ കർമ്മം ചെയ്ത് ശുദ്ധ ആത്മാക്കളായിട്ട് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ അധ്യായം അവസാനിച്ചു. ഇനി ആ ജ്ഞാനം എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. പരമമായിട്ടുള്ളതിനെ കുറിച്ച് അറിയണം എന്ന് ഭഗവാൻ പറഞ്ഞു. ആ ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ഈ അധ്യായത്തിൽ, 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിന്റെ പേര് അതീന്ദ്രിയ ജ്ഞാനം എന്നാണ്. അതീന്ദ്രിയ ജ്ഞാനം എന്നാണ് 4-ാമത്തെ അധ്യായത്തിന്റെ പേര് ശീലപ്രഭുപാദർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. 42 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 42 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ അധ്യായം നമ്മൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾക്ക് വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. 4 ഭാഗമായിട്ട് ഈ അധ്യായത്തിന് നമ്മൾക്ക് തിരിക്കാൻ സാധിക്കും, അതീന്ദ്രിയ ജ്ഞാനം എന്നുള്ള അധ്യായത്തിന്. ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. അതിനുശേഷം നമ്മൾക്ക് ഈ അധ്യായത്തിലെ ശ്ലോകങ്ങൾ നോക്കാം. 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ. ആ ഭാഗത്ത് പറയുന്നത്, 1-ാമത്തെ ഭാഗത്ത് പറയുന്നത്
ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിനുള്ള വഴിയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ. 16 അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളാണ്. 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളാണ്. അവിടെ ആ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്ത തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്ത തരത്തിലുള്ള കർമ്മങ്ങൾ. നമ്മൾ മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ കർമ്മങ്ങളുടെ തരംതിരിവുകളെ കുറിച്ച് അറിയണം. എല്ലാ കർമ്മങ്ങളും ഒരേപോലെയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. വ്യത്യസ്ത തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്ത കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് രണ്ടാമത്തെ ഭാഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതിനുശേഷം മൂന്നാമത്തെ ഭാഗം 25 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളാണ്. 25 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളാണ് മൂന്നാമത്തെ ഭാഗം. ആ മൂന്നാമത്തെ ഭാഗത്ത് പറയുന്ന വ്യത്യസ്ത നിലവാരത്തിലുള്ള യജ്ഞങ്ങൾ ഏതൊക്കെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വ്യത്യസ്ത നിലവാരത്തിലുള്ള യജ്ഞങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഭഗവാൻ മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നു. 25 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതിനുശേഷം 34 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ. 34 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ. നാലാമത്തെ ഭാഗം ജ്ഞാനം ലഭിക്കുന്നതിനുള്ള മാർഗവും ജ്ഞാനത്തിന്റെ ഫലവും. ജ്ഞാനം ലഭിക്കുന്നതിനുള്ള മാർഗവും ജ്ഞാനം ലഭിച്ചാലുള്ള ഫലവും. ഇങ്ങനെ 4 ഭാഗമായിട്ട് നമ്മൾക്ക് ഈ അധ്യായത്തിനെ തിരിക്കാൻ. ജ്ഞാനം ലഭിക്കുന്നതിനുള്ള മാർഗവും ജ്ഞാനം ലഭിച്ചാലുള്ള ഫലവും. നാലാമത്തെ ഭാഗം 34 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങൾ. ഓക്കെ, ഇങ്ങനെ 4 ഭാഗമായിട്ട് നമുക്ക് ഈ അധ്യായത്തിനെ തിരിക്കാൻ സാധിക്കും. 4 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി പ്രഭുജി. ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഭഗവാൻ ശ്രീകൃഷ്ണനെ ആദ്യത്തത് 1-15 ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെയൊക്കെയാണെന്ന്. 16-24 നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്ത കർമ്മങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ 25-33 ശ്ലോകം വ്യത്യസ്ത നിലവാരത്തിലുള്ള യജ്ഞങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പിന്നെ 34-42 ജ്ഞാനം ലഭിക്കുന്നതിനുള്ള മാർഗവും ജ്ഞാനം ലഭിച്ചാലുള്ള ഫലവും. യെസ്. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഉള്ള ജ്ഞാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടുന്ന് പറഞ്ഞു തരുന്നതും. നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ എന്തായിരിക്കും? അത് പുതിയൊരു കാര്യമായിട്ട് മാറും. അപ്പൊ എന്താണോ കേട്ടത് അത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടതും, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും, അത് തന്നെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. അത് ഈ അധ്യായത്തിൽ ഭഗവാൻ അതിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം. ഗുരുപരമ്പരയിലൂടെയാണ് നമ്മൾക്ക് ഈ ഭഗവത്ഗീത ജ്ഞാനം ലഭിക്കുന്നത്. അത് രഹസ്യമാണ്. അപ്പൊ നമ്മൾ അടുത്ത ആൾക്ക് എങ്ങനെയാണ് കൈമാറേണ്ടത്? അത് അതേപടി മാറ്റമില്ലാതെ നമ്മുടെ മനസ്സിലുള്ള ഊഹങ്ങളൊന്നും ചേർക്കാതെ എന്താണോ കേട്ടത് അത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയ്ക്ക് എന്ത് പേര് കൊടുത്തിട്ടുള്ളത്? നമ്മൾ പഠിക്കുന്ന ഭഗവത്ഗീതയുടെ പേരെന്താണ്? ഭഗവത്ഗീത യഥാരൂപം. ഭഗവത്ഗീത യഥാരൂപം. നമ്മൾ ഒന്നും കലർത്താൻ പാടില്ല. നമ്മൾ അതിൽ നിന്നൊന്നും കുറയ്ക്കാനും പാടില്ല. നമ്മുടേതായിട്ടൊന്നും കൂട്ടരുത്, നമ്മൾ അതിൽ നിന്നൊന്നും കുറയ്ക്കുകയും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ? യഥാരൂപമാകുകയുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ ഭഗവത്ഗീത മറ്റു പല ഭഗവത്ഗീത ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടാവും. അതും ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്യരുത്.
മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് യഥാരൂപം അല്ലാതായിട്ട് മാറും. അങ്ങനെ ഈ ജ്ഞാനം നഷ്ടപ്പെടുമെന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഭഗവാൻ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഏതൊക്കെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. കാമത്തിനെ ജയിക്കുന്നതിന് വേണ്ടി നീ പരമമായിട്ടുള്ളതിനെ കുറിച്ച് അറിയണം, പരമസത്യത്തിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് അറിയണം. അങ്ങനെ ഈശ്വരനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആ കാമത്തിനെ ജയിക്കണം. ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസനം. അല്ല, കാമമാണ് നമ്മുടെ ജ്ഞാനത്തിനെ ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള കാമത്തിനെ നിനക്ക് ജയിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഈശ്വരൻ ആരാണ്? ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അല്ലെ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ഭഗവാനെ കുറിച്ചുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം തന്നെയാണ് ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നിനെ കുറിച്ചുള്ള ജ്ഞാനമല്ല. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് എവിടുന്നാണ് കിട്ടുന്നത്? എവിടുന്നാണ് കിട്ടുന്നത്? ആർക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കുന്നത്? ഗുരു പരമ്പര. ഗുരുവിൻ യെസ്, ഗുരുപരമ്പരയ്ക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഗുരുപരമ്പരയ്ക്ക് ഭഗവാനിൽ നിന്ന് ആദ്യം നാരദന് കിട്ടി, നാരദന് വ്യാസദേവന് കിട്ടി, വ്യാസദേവന് അങ്ങനെ ഓരോരോ ഗുരുക്കന്മാരെ ഗുരുപരമ്പരയിൽ നിന്നാണ് കിട്ടുന്നത് എല്ലാവർക്കും. ഭഗവാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാണ്? നമ്മൾക്ക് ഇനിഷ്യേഷൻ തരുന്ന ഗുരുവിനാണ് ഏറ്റവും ഭഗവാനെ പറ്റി അറിയുന്നത്. ഭഗവാനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഭഗവാന് തന്നെയാണ്, അല്ലേ? ഭഗവാൻ അല്ലാണ്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാൻ ആർക്കും സാധിക്കില്ല. ഭഗവാനെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് ഭഗവാന് തന്നെയാണ്. ആ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ജ്ഞാനം തെറ്റായിരിക്കില്ല, അല്ലേ? അപ്പൊ എന്നെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ, ഏറ്റവും കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എന്നോട് തന്നെ ചോദിക്കണം. ബാക്കി അടുത്തുള്ള മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവരെന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഭഗവാന് മാത്രമാണ്. ആ ഭഗവാനിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ടാണ് ആ കേൾക്കുന്ന വ്യക്തികൾ ഗുരുക്കന്മാരായിട്ട് മാറുന്നത്. ഭഗവാനിൽ നിന്ന് കേട്ടത് കൊണ്ടാണ് ഗുരുപരമ്പരയ്ക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, ഭഗവാനെ കുറിച്ചുള്ള അജ്ഞാനം ഭഗവാൻ തന്നെ പല ഗുരുക്കന്മാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഗുരുപരമ്പര ഉണ്ടാകുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇച്ഛാഗവേ അബ്രവീത്. ഈ യോഗം, ഭഗവാനെ കുറിച്ചുള്ള ഈ ജ്ഞാനം ഭഗവാൻ മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അർജുനന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് വിവസ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യദേവന് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം. ആരാ പറഞ്ഞു കൊടുത്തത്? അഹം. ഭഗവാൻ തന്നെ പറയാണ്, ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇച്ഛാഗവേ അബ്രവീത്. വിവസ്വാൻ എന്ത് ചെയ്തു? വിവസ്വാന്റെ പുത്രന് പറഞ്ഞു കൊടുത്തു, മനുവിന് പറഞ്ഞു കൊടുത്തു, മനുവിന്റെ പുത്രനായിട്ടുള്ള ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഗുരുപരമ്പരയായിട്ട്, ഇങ്ങനെ പരമ്പരയായിട്ട് ഈ ജ്ഞാനം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു സ കാലേനേഹ മഹദാ യോഗോ നഷ്ട പരന്തപ. ഏവം പരമ്പരാപ്രാപ്തം, ഗുരുപരമ്പരയായിട്ട് ഇങ്ങനെ
ജ്ഞാനം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ജ്ഞാനത്തിന് എന്ത് സംഭവിച്ചു? സ കാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപം. ഒരുപാട് കാലം കഴിഞ്ഞ സമയത്ത് ആ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാണ്? ചിലപ്പോൾ ആ ജ്ഞാനം സ്വീകരിക്കാൻ യോഗ്യരായിട്ടുള്ള ശിഷ്യന്മാരുണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഗുരുക്കന്മാർക്ക് ആ ജ്ഞാനം പകർന്നു നൽകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തായാലും ഒരുപാട് കാലം കഴിഞ്ഞ സമയത്ത് ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാനിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഗുരുപരമ്പരയിലൂടെയാണ്. ഗുരുക്കന്മാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ജ്ഞാനം എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. ആരംഭിക്കുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഭഗവാൻ ആ ഗുരുപരമ്പര വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വീണ്ടും ഒരു ഗുരുപരമ്പര ആരംഭിക്കണം. കാരണം ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ. ഭഗവാനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് തന്നെ കാലാകാലം ജനിച്ചും മരിച്ചും തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും. ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടി വീണ്ടും ആ ജ്ഞാനം ഭഗവാൻ അടുത്ത ഗുരുപരമ്പരയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാൻ അതിന് അർജുനെ സെലക്ട് ചെയ്തു, അർജുനെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട് അർജുനെ തെരഞ്ഞെടുത്തു എന്ന് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അർജുനന്റെ ക്വാളിറ്റീസ്, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കാൻ ഉള്ള യോഗ്യത എന്താണ് എന്ന് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സ ഏവായം മയാദേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസിമേ സഖാചേതി രഹസ്യം ഭേദതുത്തമം എന്ന് പറയും. അർജുനൻ ഭഗവാന്റെ ഭക്തനും സുഹൃത്തുമായതുകൊണ്ടാണ് ഈ ജ്ഞാനം ഭഗവാൻ പകർന്നു കൊടുക്കുന്നത് എന്ന് പറയും. അപ്പൊ ഈ ഭഗവത്ഗീത ജ്ഞാനം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും ആരായിട്ട് മാറണം? ഭഗവാന്റെ ഭക്തന്മാരായിട്ട് മാറണം. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് കേട്ട സമയത്ത് അർജുനൊരു സംശയമുണ്ടായി. എന്താണ് അർജുനുണ്ടായ സംശയം? അർജുനൻ ചോദിക്കുന്നു 4-ാമത്തെ ശ്ലോകത്തില്, അപരം ഭവതോ ജന്മം പരം ജന്മ വിവസ്വത കഥമേതദ് വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. അങ്ങ് പറഞ്ഞത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങ് പറഞ്ഞു അങ്ങയെക്കുറിച്ച് ഉള്ള ജ്ഞാനം അങ്ങ് തന്നെ പണ്ട് പുരാതന കാലത്ത് സൂര്യദേവനായിട്ടുള്ള വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങ് പറയുന്നു. പക്ഷെ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ രണ്ടാളും ഒരേ പ്രായക്കാരാണ്. അർജുനും ഭഗവാനും ഏകദേശം ഒരേ പ്രായമാണ്. അപ്പൊ പുരാണ കാലത്ത് ഭഗവാൻ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്? അല്ലെ, നമ്മളും പറയും കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാപരയുഗത്തിൽ ഉണ്ടായതല്ലേ, അതിന്റെ മുന്നേ കൃഷ്ണനെ കുറിച്ച് ആർക്കാണ് അറിയുന്നത് എന്ന് നമ്മളും ചോദിക്കാറുണ്ട്. അതിനുത്തരം ഭഗവാൻ പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ, 5-ാമത്തെ ശ്ലോകത്തിൽ. ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തമ. ഭഗവാൻ ആദ്യമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത്. ഭഗവാൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭഗവാനെ മറന്നു ജീവിക്കുന്ന ആളുകൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പകർന്നു കൊടുത്ത് ഭഗവാന്റെ സേവനത്തിലേക്ക്, യഥാർത്ഥ ധർമ്മത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭഗവാൻ എല്ലാ യുഗങ്ങളിലും അവതരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം വ്യത്യസ്ത സമയങ്ങളിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായി. ഭഗവാന്റെ അവതാരങ്ങൾക്ക് എണ്ണമില്ല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന. അങ്ങനെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. ഭഗവാൻ തന്റെ പാർഷദന്മാരെ, തന്റെ ഭക്തന്മാരെയൊക്കെ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ സമയത്തും കൂടെ കൂട്ടുന്ന ഒരു നിത്യ പാർഷദനാണ് അർജുനൻ. അർജുനനും വ്യത്യസ്ത സമയങ്ങളിൽ ഭഗവാന്റെ കൂടെ ജനിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ അവതരിച്ച സമയത്ത് ജനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അർജുനന് ഓർമ്മയില്ല. കാരണം എന്താണ്? അർജുനൻ ഒരു സാധാരണ ജീവാത്മാവാണ്. അർജുനനും അറിവുണ്ടാകും. അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്.
കേൾക്കുന്നില്ല. അപ്പൊ അത് അർജുനന് ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഭഗവാൻ അതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അർജുനനും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. അർജുനൻ നമ്മളെപ്പോലെ ഒരു ജീവാത്മാവാണ്, ഭഗവാൻ ഈശ്വരനാണ്. ഭഗവാൻ ഒരിക്കലും മറവിയില്ല, അർജുനൻ നമ്മളെ പോലെ മറക്കുന്ന ആളാണ്. ഇത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസമാണ്, അല്ലെ? നമ്മൾ ശരീരങ്ങൾ മാറി മാറി എടുക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഓരോ ശരീരം കഴിഞ്ഞ് അടുത്ത ശരീരം എടുക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ കാര്യമൊന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഭഗവാൻ എത്ര അവതരിച്ചു കഴിഞ്ഞാലും ഭഗവാന് എല്ലാ അവതാരങ്ങളിലെ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മയുണ്ടാകും. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്? ചില ആളുകൾ ചോദിക്കും, കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനല്ലേ, ഒരു സാധാരണ മനുഷ്യനല്ലേ, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിനെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടാവും. ഭഗവാനെ മനസ്സിലാക്കാത്ത ആളുകൾ ചോദിക്കും. ഭഗവാൻ പറയുന്നു, ഭഗവാൻ യഥാർത്ഥത്തിൽ ജനിക്കേണ്ടാത്ത ഒരു വ്യക്തിയാണ്. ഭഗവാൻ ഒരിക്കലും ജനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത് എന്നുള്ള കാര്യം 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അജോബിസൻ അവ്യാത്മാ ഭൂതാനാം ഈശ്വരോബിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായ. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അവതരിക്കുന്നത് എന്ന് പറയും. ഭഗവാൻ ഒരിക്കലും ജനിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഭഗവാന് സാധാരണ ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നിവിടെ പറയും. സംഭവാമി ആത്മമായയാണ്. ആത്മമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ച് ജനങ്ങൾ അറിയണം, ഭഗവാന്റെ നാമം എന്താണെന്ന് അറിയണം, ഭഗവാന്റെ രൂപം എന്താണെന്ന് അറിയണം, ഭഗവാന്റെ ലീലകൾ എന്താണെന്ന് അറിയണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഒരു ജീവാത്മാവിന് മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അങ്ങനെ ജീവാത്മാക്കളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന ജീവാത്മാക്കളെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി, അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് പറയും. അല്ലാതെ ഭഗവാൻ ജനിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഭഗവാൻ അവതരിക്കുന്നതിന്റെ 2 പ്രത്യേക ഉദ്ദേശങ്ങളും ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് 7ഉം 8ഉം ശ്ലോകങ്ങളിൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഭഗവാൻ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യം. ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്ന സമയത്ത്. എന്താണ് ധർമ്മത്തിന് ഗ്ലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ്, അല്ലെ? എല്ലാവരും ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നു ജീവിക്കുന്ന സമയത്തിനെയാണ് ധർമ്മസ്യ ഗ്ലാനി എന്ന് പറയുന്നത്. ഭഗവാനെ മറന്നുള്ള ജീവിതം, അതാണ് ധർമ്മസ്യ ഗ്ലാനി എന്ന് പറയുന്നത്. അഭ്യുത്ഥാനം അധർമ്മസ്യ, എല്ലാവരും ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചിട്ട് ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറയും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആ ധർമ്മം, ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ വീണ്ടും പുതുക്കാൻ വേണ്ടി, ആ ജീവാത്മാക്കളെ യഥാർത്ഥ ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ ഒരു പ്രാവശ്യമല്ല അവതരിക്കുന്നത്, ഭഗവാൻ എല്ലാ യുഗങ്ങളിലും അവതരിക്കുന്നുണ്ട്, അല്ല? അപ്പം ആളുകൾ ചോദിക്കും, കലിയുഗത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടോ? ഭഗവാൻ ദ്വാപരയുഗത്തിലല്ലേ അവതരിച്ചത് എന്ന് ചോദിക്കും. കലിയുഗത്തിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്, അല്ല? അത് രഹസ്യമായിട്ടുള്ള ഒരു അവതാരമാണ്. കലൗ ചന്ന എന്ന് പറയും. കലിയുഗത്തിൽ ചന്നാവതാരം, മറഞ്ഞിരിക്കുന്ന അവതാരമായിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഓരോ യുഗത്തിലും ആ യുഗത്തിന്റെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ യുഗത്തിലും ആ യുഗത്തിന്റെ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിക്കും എന്ന് ഭഗവാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭഗവത്ഗീതയിൽ ഭഗവാൻ വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ വാക്ക് ഒരിക്കലും അസത്യമാവുന്നില്ല, അല്ലെ? ഭഗവാന്റെ വാക്ക് ഒരിക്കലും അസത്യമാകാത്തത് കൊണ്ടാണ് ഭഗവാൻ എന്ത് പേര് കിട്ടിയിട്ടുള്ളത്? ഭഗവാൻ പറയുന്നതൊന്നും തെറ്റുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഒരു പ്രത്യേക പേരുണ്ട്, അറിയോ? നമ്മൾ പറഞ്ഞതൊക്കെ തെറ്റും, അല്ലെ? നമ്മൾക്ക് അബദ്ധം സംഭവിക്കും, നമ്മൾ പറഞ്ഞതൊക്കെ മാറിപ്പോവും, അങ്ങനെയൊക്കെ സംഭവിക്കും.
പക്ഷെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നില്ല. ഭഗവാൻ പറഞ്ഞതൊക്കെ സത്യമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ഭഗവാൻ ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ്? അച്യുതൻ. Yes, അച്യുതൻ. അച്യുതൻ അല്ലെ? ച്യുതി സംഭവിക്കാത്തവൻ. ച്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധം അല്ലെങ്കിൽ തെറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ആ തെറ്റ് സംഭവിക്കാത്തവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ അച്യുതൻ എന്ന പേരുണ്ട്. ഇപ്പൊ ഭഗവാൻ പറഞ്ഞ യുഗം തോറും ഭഗവാൻ അവതരിക്കും. ഇപ്പൊ കലിയുഗത്തിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭുവായിട്ട്, അല്ലെ? ഈ കലിയുഗത്തിന്റെ യുഗധർമ്മം നമ്മൾക്കറിയാം, നാമസങ്കീർത്തനമാണ്. ആ നാമസങ്കീർത്തനം പ്രചരിപ്പിച്ചത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അവതരിച്ച് ഈ നാമസങ്കീർത്തനം ഉദ്ഘാടനം ചെയ്തു. ആ ഗുരുപരമ്പരയിലൂടെയാണ് നമ്മളിപ്പോൾ നാമസങ്കീർത്തനത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഭാഗവതത്തിലും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ശ്ലോകം നമ്പർ 11-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം 32-ാമത്തെ ശ്ലോകം. 11:5-32. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഭാഗവതം നമ്മൾ വായിക്കുന്നുണ്ട്. 11:5-32 ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണവർണം തിഷാ കൃഷ്ണം സാങ്കോപാംഗാസ്ത്ര പാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ. കലിയുഗത്തിൽ ബുദ്ധി നഷ്ടപ്പെടാത്ത ആളുകള്, യഥാർത്ഥ ബുദ്ധിയുള്ള ആളുകള് നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കും എന്ന് ഭാഗവതത്തിൽ പ്രവചനമുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാനും പ്രവചിക്കുന്നുണ്ട്, സംഭവാമി യുഗേ യുഗേ, യുഗം തോറും യുഗധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ അവതരിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് സത്യമാണ്. ഇനി ഭഗവാന്റെ ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവാന്റെ അവതാര രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത് സാധാരണ ഒരു കാര്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 9-ാമത്തെ ശ്ലോകത്തില് ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തിക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോ അർജുന. ഭഗവാന്റെ ജനനവും ഭഗവാന്റെ കർമ്മങ്ങളും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ എന്താണ്? ദിവ്യമാണ്, അതീന്ദ്രിയമാണ്, അത് ഭൗതികമല്ല. കാരണം ഭഗവാന് ഭൗതികമായിട്ടുള്ള ശരീരമില്ല. ഭഗവാൻ അവതരിക്കുമ്പോഴും ഭഗവാന്റെ ശരീരം എന്താണ്? ഭൗതികമല്ല, പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ശരീരമാണ്. അപ്പൊ ആത്മീയമായിട്ടുള്ള ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്തായിരിക്കും? ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാന്റെ കർമ്മത്തിന് എന്തെന്ന് പറയുന്നത്? ദിവ്യം എന്ന് പറയുന്നത്. ഭൗതികമല്ലാത്തത് ദിവ്യം. നമ്മൾ നേരത്തെ ദിവ്യം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു 1-ാമത്തെ അധ്യായത്തിൽ. അതെവിടെയാണ്? ഓർമ്മയുണ്ടോ? പാണ്ഡവരുടെ സൈന്യത്തിന്റെ വിജയചിഹ്നങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ ദിവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാധവ പാണ്ഡവ ശൈവ ദിവ്യൗ ശംഖോ പ്രദത്മതു എന്ന് പറയുന്നു. ശംഖ് അല്ലെ? ഭഗവാന്റെ ശംഖ്. അപ്പൊ ഭഗവാനും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എന്താണ്? ദിവ്യമാണ്. അതൊന്നും ഭൗതികമല്ല. ഭഗവാനുമായിട്ട് ആര് ബന്ധപ്പെട്ടോ, ആര് കണക്റ്റായോ, അതൊക്കെ ദിവ്യമാണ്. അതെല്ലാം ആത്മീയമായിട്ട് മാറും, അല്ലെ? ഭഗവാൻ ചിന്താമണിയെ പോലെ, ടച്ച് സ്റ്റോൺ എന്ത് തൊട്ട് കഴിഞ്ഞാലും അതൊക്കെ സ്വർണമായിട്ട് മാറും. അതേപോലെ ഭഗവാനുമായിട്ട് ആരൊക്കെ കണക്ട് ചെയ്തോ അതെല്ലാം എന്തായിട്ട് മാറും? ആത്മീയമായിട്ട് മാറും, അല്ലെ? ഭഗവാനിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഭഗവത്ഗീത ആത്മീയമായി മാറിയത്. നമ്മള് ഭഗവാന്റെ പുസ്തകം വായിക്കുമ്പോൾ ആളുകൾ പറയും ഇവർ ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം ആത്മീയമാണ്. അപ്പൊ ഭഗവാന്റെ ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ചും ആത്മീയമായിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ചും മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നാണ് 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തിക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോ അർജുന. ഒരു വ്യക്തി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യമായിട്ടുള്ള അവതാരത്തിനെ കുറിച്ചും വ്യത്യസ്ത അവതാരങ്ങളെക്കുറിച്ചും ആ അവതാരങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം വേറെ തപസ്യൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഭഗവാനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ആ വ്യക്തി പിന്നെ ഈ ഭൗതിക ലോകത്ത് ജനിക്കേണ്ട ആവശ്യമില്ല. തെക്വാ ദേഹം പുനർജന്മനൈതി, പുനർജന്മമില്ല. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് പുനർജന്മമില്ല.
പിന്നെ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? മാമേതി സ്വർജന, ആ വ്യക്തി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. ഭഗവാന്റെ അടുത്ത് പോയിട്ട് ശാശ്വതമായിട്ടുള്ള ആനന്ദപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് ആ വ്യക്തി തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നു. പക്ഷെ അത് അത്ര എളുപ്പമല്ല. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ആണ് എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഒരുപാട് ജന്മത്തിൽ നമ്മൾ തപസ്സുകള്, അതേപോലെ വേദപഠനം, തീർത്ഥാടനം, യജ്ഞങ്ങള്, ഇതൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് യഥാർത്ഥത്തിൽ കേൾക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വീതരാഗ ഭയക്രോധ മന്മയാ മാം ഉപാശ്രിത ബഹവോ ജ്ഞാനതപസാ പൂത മദ്ഭാവമാകത. ഒരുപാട് ജന്മത്തിലെ ജ്ഞാനം ആർജനം കൊണ്ടും തപസ്സുകൊണ്ടും നേടിയ പുണ്യം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. ഈ ജന്മത്തിൽ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവത്ഗീത യഥാരൂപം ശീലപ്രഭുപാദരുടെ അടുത്തുനിന്ന് കേൾക്കാനും ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജന്മത്തിൽ അത്രയും പുണ്യം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾക്ക് പെട്ടെന്ന് ഒരു വ്യക്തിക്ക് അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അല്ലേ? നമ്മൾ ഈ ക്ലാസ്സിനെ കുറിച്ച് തന്നെ നമ്മൾ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര പേരാണ് വരുന്നത്? വളരെ കുറച്ച് ആളുകളാണ് വരുന്നത്. അപ്പൊ അതിന് അത്രയും ഭാഗ്യമുണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അത്രയും ഭാഗ്യമുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. യെസ്. അപ്പം ഭഗവാന്റെ അവതാരത്തിന്റെ രഹസ്യത്തിനെ കുറിച്ച് പറഞ്ഞു. എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഭഗവാന് യഥാർത്ഥത്തിൽ അവതരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഭഗവാൻ നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ് അവതരിക്കുന്നത്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് നേട്ടം? ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. ഇനി ഭഗവാൻ പറയുന്നത്, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ, നമ്മൾക്ക് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും ഒരേപോലെയല്ല, വ്യത്യസ്ത രീതിയിലുള്ള കർമ്മങ്ങളുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 3 തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു ഭഗവാൻ. മനുഷ്യൻ ആയി കഴിഞ്ഞാൽ കർമ്മങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. അല്ലെ? വേർതിരിച്ചറിയാനുള്ള കഴിവാണ് ബുദ്ധി അല്ലെങ്കിൽ വിവേകം എന്ന് പറയുന്നത്. മനുഷ്യനെ കുറിച്ച് പറയുന്നത് വിവേകശാലിയാണ് മനുഷ്യൻ എന്നാണ് പറയുന്നത്. എന്താണ് വിവേകം? വ്യത്യസ്ത കർമ്മങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവ്. മൃഗങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. മൃഗങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ അതിന് സാധിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിൽ ഭഗവാൻ പറയുന്നു 3 തരത്തിലുള്ള കർമ്മങ്ങളെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് തിരിച്ചറിഞ്ഞിരിക്കണം എന്നാണ് ഭഗവാൻ 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 3 തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കർമ്മങ്ങൾ ഏതൊക്കെയാണെന്നും 17ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ പറയുന്നു, കർമ്മണോഹ്യഭി ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോഗതി. 3 തരത്തിലുള്ള കർമ്മത്തിനെ കുറിച്ച് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മണോഹ്യഭി ബോധവ്യം, ഒന്ന് കർമ്മമാണ്. 1ാമത്തെ തരത്തിലുള്ള കർമ്മം എന്ന് പറയുന്നത് കർമ്മം തന്നെയാണ്. കർമ്മണോഹ്യഭി ബോധവ്യം ച വികർമ്മണം. 2ാമത് ഭഗവാൻ പറയുന്നത് വികർമ്മത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, വികർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്? അകർമ്മണശ്ച ബോധവ്യം, അകർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞത്? കർമ്മം, വികർമ്മം, അകർമ്മം. ഇത് 3ഉം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് കർമ്മം, അകർമ്മം, വികർമ്മം എന്നൊക്കെ വിശദീകരിച്ച് ഭാവാർത്ഥത്തിൽ നമ്മൾക്ക് ശീലപ്രഭുപാദർ പറഞ്ഞു തരുന്നുണ്ട്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. വേദങ്ങൾ നിർദ്ദേശിക്കുന്ന കർമ്മങ്ങളെയാണ് വേദങ്ങളിൽ അനുവദിച്ചിട്ടുള്ള കർമ്മങ്ങൾ.
അത് നമ്മൾക്ക് ചെയ്യാം, ചെയ്യുന്നതിന് ദോഷമില്ല. അങ്ങനെയുള്ള വേദവിധി പ്രകാരമുള്ള കർമ്മത്തിനാണ് എന്തെന്ന് പറയുന്നത്? കർമ്മം എന്ന് പറയുന്നത്. വേദങ്ങളിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുള്ള കർമ്മങ്ങളെയാണ് വികർമ്മം എന്ന് പറയുന്നത്. പാപകർമ്മങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളെയാണ് വികർമ്മം എന്ന് പറയുന്നത്. അത് പാപങ്ങളാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതിന് വികർമ്മം എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതൊരു കർമ്മത്തിനെ കുറിച്ചും കൂടി പറഞ്ഞു, അകർമ്മം എന്ന് പറഞ്ഞു. അകർമ്മണശ്ച ബോധവ്യം എന്ന് ഭഗവാൻ പറഞ്ഞു. അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് യാതൊരു റിസൾട്ടും ഇല്ലാത്ത കർമ്മത്തിനെയാണ് അകർമ്മം എന്ന് പറയുന്നത്. അതിന് ഭൗതികമായിട്ടുള്ള റിസൾട്ട് അല്ല ഉള്ളത്, ഭൗതികമായിട്ടുള്ള ഫലമല്ല ഉള്ളത്. അതിന് എന്ത് ഫലമാണുള്ളത്? അതിന് ആത്മീയമായിട്ടുള്ള ഫലമാണുള്ളത്. അതുകൊണ്ടാണ് അതിനെ അകർമ്മം എന്ന് പറയുന്നത്. അപ്പം അതെന്ത് കർമ്മമാണ്? അത് ഭഗവാന്റെ സേവനമാണ്. ഭഗവാന്റെ സേവനം, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്നത് എന്താണ്? അകർമ്മമാണ്. അതിന് ഭൗതികമായിട്ടുള്ള റിസൾട്ട് ഇല്ല. അങ്ങനെ 3 തരം കർമ്മത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏതൊക്കെയാണ് 3 കർമ്മം എന്ന് മനസ്സിലായോ? അകർമ്മം, മനസ്സിലായി പ്രഭുജി. വികർമ്മം, അകർമ്മം, കർമ്മം, അകർമ്മം, വികർമ്മം. വികർമ്മം. അതിനുശേഷം ഭഗവാൻ നിർദ്ദേശിക്കുന്നു. പ്രഭുജി അകർമ്മം ഒന്നും കൂടി പറയോ? അകർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള ഭഗവാന്റെ സേവനമാണ് അകർമ്മം. ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക, അതാണ് അകർമ്മം. യെസ്. അതിനുശേഷം ഭഗവാൻ നിർദ്ദേശിക്കുന്നു നമ്മൾ അകർമ്മമാണ് ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ കർമ്മദോഷങ്ങളും ഇല്ലാതാകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അകർമ്മമാണ് ചെയ്യേണ്ടത്. അത് 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാത്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാണ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ ബ്രഹ്മത്തിനായി അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അതായത് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അകർമ്മമായിട്ട് മാറും. പിന്നെ അതിന് ഭൗതികമായിട്ടുള്ള റിസൾട്ട് നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ അകർമ്മം ചെയ്യാനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ യഥാർത്ഥത്തിൽ നിർദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഒറ്റയടിക്ക് ആ ഒരു അകർമ്മത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല. എല്ലാവർക്കും നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ സാധിക്കാത്തവർക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്ത് നമ്മൾ ശുദ്ധീകൃതരാവുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തിയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും. ആ വ്യത്യസ്ത യജ്ഞങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. നമുക്ക് 26, 27, 28 ശ്ലോകങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കും. അവിടെ പറയുന്നുണ്ട്, 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രോത്രാദീൻ ഇന്ദ്രിയാണ്യന്യ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ഇന്ദ്രിയ സംയമനം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു യജ്ഞമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് അടുക്കാൻ നമ്മളെ സഹായിക്കുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞകർമ്മങ്ങളാണ്. യജ്ഞങ്ങൾ ചെയ്യുന്നതോറും നമ്മൾക്ക് ഭഗവാൻ അടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കർമ്മങ്ങളെയാണ് യജ്ഞകർമ്മം എന്ന് പറയുന്നത്. അതിലൊന്ന് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ്, മറ്റൊന്ന് ആത്മസംയമമാണ്. 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദ്രവ്യയജ്ഞം, ദ്രവ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ദ്രവ്യങ്ങൾ, സമ്പത്തായാലും മറ്റ് ദ്രവ്യങ്ങളായാലും ഭഗവാന് സമർപ്പിക്കുന്നത് ഒരു യജ്ഞമാണ്. യോഗയജ്ഞം, യോഗ അഭ്യാസനം, അതായത് അഷ്ടാംഗയോഗം ചെയ്യുന്നത് ഒരു യജ്ഞമാണ്. സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച, സ്വാധ്യായം, വേദങ്ങളൊക്കെ വായിച്ചു പഠിക്കുന്നത് ഒരു യജ്ഞമാണ്. പിന്നെന്താണ്? പ്രാണായാമം, 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രാണായാമം, ശ്വാസത്തിനെ നിയന്ത്രിക്കുന്നത് ഒരു യജ്ഞമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളുണ്ട് എന്ന് പറയുന്നു. ആ യജ്ഞങ്ങളോടെ എന്ത് സംഭവിക്കും എന്നാണ് 30-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. സർവേപദേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. ആ യജ്ഞങ്ങൾ ചെയ്യുന്തോറും നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറും. പാപകർമ്മങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറും. പാപങ്ങൾ ഇല്ലാതായവർക്ക് മാത്രമേ ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞു തന്നു അല്ലേ? ഒരുപാട് ജന്മങ്ങളിലൂടെ നമ്മൾ യജ്ഞവും ദാനവും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. അപ്പൊ ഈ യജ്ഞങ്ങളൊക്കെ നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകാനും
ഭഗവാനോട് അടുക്കാനും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുമുള്ള കർമ്മങ്ങളാണ് യജ്ഞകർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഭഗവാൻ 2 തരം യജ്ഞത്തിനെ കുറിച്ച് 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എല്ലാ യജ്ഞവും ഒരേ നിലവാരത്തിലുള്ളതല്ല. ഉയർന്ന തരം യജ്ഞവും ഉണ്ട്, താഴ്ന്ന തരം യജ്ഞവുമുണ്ട്. ഉയർന്ന തരം യജ്ഞം ഏതാണെന്നാണ് 33-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത. ഉയർന്ന തരം യജ്ഞം എന്താണ്? ജ്ഞാനയജ്ഞമാണ്. നേരിട്ട് ഭഗവാനെ കുറിച്ചുള്ള അറിവ് സ്വീകരിക്കുന്നതാണ് ഉയർന്ന തരത്തിലുള്ള യജ്ഞം. ദ്രവ്യം ഉപയോഗിച്ചുള്ള യജ്ഞങ്ങളൊക്കെ താഴ്ന്ന നിലവാരത്തിലുള്ള യജ്ഞമാണ് ഭഗവാൻ പറയുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള യജ്ഞം എന്താണ്? നേരിട്ട് ഭഗവാനെ കുറിച്ചുള്ള അറിവ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ കുറിച്ച് അറിയാതെ യജ്ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയുന്നതാണ്. ഭഗവാനെ കുറിച്ച് അറിയുന്നത് തന്നെ ഒരു വലിയ യജ്ഞമാണ് എന്ന് പറയും. അതാണ് ഉയർന്ന തരത്തിലുള്ള യജ്ഞം എന്ന് ഭഗവാൻ പറയും. അതിനുശേഷം 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് എവിടുന്നാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആ വഴി വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. 34-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു തത്വദർശിയായിട്ടുള്ള ഒരു വ്യക്തിയെ സമീപിക്കണം. തത്വദർശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഗുരുപരമ്പരയിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ സമീപിച്ച് എന്ത് ചെയ്യണം? തദ്വിധി പ്രണിപാതേന, അദ്ദേഹത്തിന് നമസ്കരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവിധ ബഹുമാനങ്ങളും നൽകണം. പ്രണിപാതേന പരിപ്രശ്നേന, അദ്ദേഹത്തിനോട് വിനയപൂർവ്വം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയണം. സേവയാ, അദ്ദേഹത്തിന് നമ്മൾ സേവനം ചെയ്യണം, അല്ലെ? അല്ലാതെ ഒരു ഉയർന്ന വ്യക്തിയെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനോട് തർക്കം കൊണ്ടല്ല യഥാർത്ഥ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുന്നത്. ഒരു ഗുരുവിനെ കണ്ട്, യഥാർത്ഥ ഗുരുവിനെ കണ്ട് അദ്ദേഹത്തിന് ബഹുമാനങ്ങൾ നൽകി അദ്ദേഹത്തിനെ സേവിച്ചുകൊണ്ടാണ് നമ്മൾക്ക് ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഗുരുവിനെ സേവിക്കുന്തോറും നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും. സേവയ എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പരിപ്രശ്നേന സേവയ, ഗുരുവിനെ സേവിച്ചാൽ മാത്രമേ നമ്മൾക്ക്, ഗുരു പറയുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അങ്ങനെ യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സേവിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ആത്മീയ ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നത്. അതിന് വേറെ വഴിയൊന്നും ഇല്ല എന്നിവിടെ ഭഗവാൻ പറയും. അങ്ങനെ നമ്മൾക്ക് ജ്ഞാനം ലഭിക്കാൻ ഭാഗ്യമുണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യാത്മന്യധൂമൈ. അങ്ങനെ ഒരു ഗുരുമുഖത്ത് നിന്ന് നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കേൾക്കാൻ സാധിക്കുകയും ഗുരുവിന് നമ്മൾ സേവനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മായാശക്തിക്ക് അടിമപ്പെടുന്നില്ല എന്നത്. ഭഗവാനെ കുറിച്ച് കേട്ട ജ്ഞാനമൊക്കെ സത്യമാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മായാശക്തിക്ക് അടിമപ്പെട്ട് വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജ്ഞാനയജ്ഞം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ദ്രവ്യയജ്ഞം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ജ്ഞാനയജ്ഞം ഒറ്റയടിക്ക് നമ്മളെ ശുദ്ധീകരിക്കും എന്ന അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 36-ാമത്തെ ശ്ലോകത്തിൽ അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സംതരിഷ്യതി. വലിയ പാപിയാണെങ്കിൽ പോലും, ജന്മജന്മാന്തരങ്ങളായിട്ട് പാപം ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ഭഗവാനെ കുറിച്ചുള്ള ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിലുള്ള എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകുമെന്ന് പറയും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തിന് അത്രയും ശക്തിയുണ്ട്. അതൊരു അഗ്നിയെ പോലെ പ്രവർത്തിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 37-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യഥൈധാംസി സമിഗ്ധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ആ ജ്ഞാനാഗ്നി നമ്മുടെ പൂർവ്വജന്മങ്ങളിലുള്ള എല്ലാവിധ പാപങ്ങളെയും കത്തിച്ചു കളയും എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തി ശുദ്ധീകൃതനായിട്ട് മാറും. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അത്രയ്ക്കും ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന വ്യക്തിയെ പൂർവ്വജന്മകൃതാനിജ
പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. അല്ലെ? ഭഗവത്ഗീത ദിവസവും വായിക്കുകയാണെങ്കിൽ, ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ പൂർവ്വജന്മകൃതാനിജ, പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഭഗവത്ഗീതയിലുള്ളത്. അത് ഗുരുപരമ്പരയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിലെ എല്ലാ പാപങ്ങളും ഇല്ലാതായി പോകും എന്ന് ഭഗവാൻ പറയുന്നു. പക്ഷെ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അതിന് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ജ്ഞാനം സ്വീകരിക്കുന്നതിന് എല്ലാവർക്കും സാധിക്കുന്നില്ല, എല്ലാവർക്കും ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കില്ല. ആർക്ക് മാത്രമാണ് ഈ ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നാണ് 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധാവാന് മാത്രമേ ജ്ഞാനം ലഭിക്കുന്നുള്ളൂ. ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വിശ്വാസമുള്ള വ്യക്തി, ഈശ്വരനിലും ഗുരുവിലും വിശ്വാസമുള്ള വ്യക്തി, അല്ലെ? ഭഗവാൻ ശ്രീകൃഷ്ണനിലും ആധ്യാത്മിക ഗുരുവിലും രണ്ടിലും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പം ഭഗവാൻ പറയുന്നതും ആധ്യാത്മിക ഗുരു പറയുന്നതും സത്യമാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവരിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ആ വിശ്വാസത്തിനാണ് ഭഗവാൻ ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ 39ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധാവാന് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുന്നതിനുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യോഗ്യതയാണ് ശ്രദ്ധ, അല്ലെങ്കിൽ ഭഗവാനിലുള്ള വിശ്വാസം, ആധ്യാത്മിക ഗുരുവിലുള്ള വിശ്വാസം. ഇവരിൽ രണ്ടിലും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജ്ഞാനം ലഭിക്കും. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ശാന്തി അനുഭവപ്പെടും, വലിയ സമാധാനം ഉണ്ടാകുമെന്ന് പറയും. കാരണം എന്താണ്? നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ ദോഷങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ കാമം, ക്രോധം, ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് തന്നെ ഇല്ലാതാകും. നേരത്തെ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ആ ജ്ഞാനാഗ്നി എല്ലാവിധ കർമ്മങ്ങളെയും കത്തിച്ചു കളയും. അപ്പൊ നമ്മൾക്ക് വലിയ ശാന്തി അനുഭവപ്പെടും, സമാധാനം അനുഭവപ്പെടും. കാരണം എന്താണ്? എനിക്ക് ഭഗവാനുണ്ട്, ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് സമാധാനം ഉണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾക്ക് സമാധാനമില്ലാത്തത്? എന്നെ ആരും രക്ഷിക്കാനില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഭഗവാൻ നമ്മളെ കൂടെയുണ്ട് എന്ന് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഉത്കണ്ഠ ഉണ്ടാവുന്നില്ല, നമ്മൾക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടാകും. അപ്പം ഈ ഒരു ജ്ഞാനം കൊണ്ട് നമ്മുടെ എല്ലാവിധ സംശയങ്ങളെയും ഇല്ലാതാക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ല, അർജുന് വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങളുണ്ടായിരുന്നു. യുദ്ധം ചെയ്യണോ വേണ്ടയോ, ഞാൻ ബന്ധുക്കളെ ആണ് കൊല്ലുന്നത്, അത് പാപമല്ലേ എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ഈ ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ അവസാനം നിർദ്ദേശിക്കുകയാണ് 42ാമത്തെ ശ്ലോകത്തിൽ. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മന ചിത്വൈനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ഠ ഭാരത. അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ. അപ്പം ജ്ഞാനമാർഗത്തിൽ നോക്കിക്കഴിഞ്ഞാലും അർജുനൻ യുദ്ധം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനാദ്യം എന്ത് വേണം? അർജുനന്റെ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കണം. അർജുനന്റെ സംശയങ്ങൾ ഇല്ലാതാക്കാനുള്ള വഴിയാണ് ഭഗവാൻ പറഞ്ഞത്, പരമമായിട്ടുള്ളതിനെ കുറിച്ച് അറിയണം, ഈശ്വരനെ കുറിച്ച് അറിയണം, ഈശ്വരന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈശ്വരൻ എന്തിനാണ് അവതരിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നു. എന്താണ്? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അതിന്റെ ഭാഗമാണ് ഈ യുദ്ധം, ധർമ്മയുദ്ധം. അപ്പൊ അർജുനനെ ഭഗവാൻ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ധർമ്മയുദ്ധം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അർജുനന്റെ സന്തോഷം മാത്രമല്ല ഇവിടെ നോക്കേണ്ടത്, ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞ് അർജുനൻ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അക്രമകാരികളായിട്ടുള്ള, അധർമ്മികളായിട്ടുള്ള കൗരവരെ മുഴുവൻ നശിപ്പിക്കാനാണ് ഭഗവാന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അർജുനോട് ഭഗവാൻ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നത്.
അപ്പൊ ഇതുവരെ അർജുനൻ ഭഗവാനെ പരിഗണിച്ചിട്ടില്ലായിരുന്നു. അർജുനൻ പറഞ്ഞത് ഇതെല്ലാം എന്റെ ബന്ധുക്കളാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്നാണ്. അല്ലെ? ധർത്തരാഷ്ട്രന്മാരാണ് മുന്നിലുള്ളത്, എന്റെ കുടുംബക്കാരാണ്, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ ഇഷ്ടമല്ല. ഇത് ഭഗവാന്റെ താല്പര്യമാണോ, ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് അർജുനൻ ചോദിച്ചിട്ടില്ലായിരുന്നു. ഭഗവാന്റെ താല്പര്യം കൂടി മുൻനിർത്തിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആവശ്യമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞു. ഏവം പരമ്പരാപ്രാപ്തം, ഗുരുപരമ്പരയിലൂടെയാണ് നമ്മൾ ഈ ജ്ഞാനം നേടുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഭഗവത്ഗീതയും യഥാർത്ഥത്തിലുള്ള ഗുരുപരമ്പരയിലൂടെ വന്നിട്ടുള്ളതാണ്. അല്ലെ? എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദര് വ്യാസദേവന്റെ ആ ഗുരുപരമ്പരയിലൂടെ വന്നിട്ടുള്ളതാണ്. ഈ ഗുരുപരമ്പരയുടെ പേര് ബ്രഹ്മമാദ്യ ഗൗഡീയ സമ്പ്രദായം എന്നാണ്. ബ്രഹ്മാവിൽ നിന്ന് ആരംഭിച്ച മധ്വാചാര്യരിലൂടെ വന്ന് ഗൗഡീയ സമ്പ്രദായത്തിലൂടെ ചൈതന്യ മഹാപ്രഭുവിലൂടെ വന്നിട്ടുള്ള ഗുരുപരമ്പരയാണ് നമ്മുടെ മഹത്തായിട്ടുള്ള ഈ ഗുരുപരമ്പര. അതുകൊണ്ട് ഈ ഗുരുപരമ്പരയ്ക്ക് ബ്രഹ്മമാധ്വ ഗൗഡീയ സമ്പ്രദായം എന്നാണ് പറയുന്നത്. നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നതും ശീലപ്രഭാതരുടെ ഭഗവത്ഗീത പഠിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഗുരുപരമ്പരയിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആ ജ്ഞാനം നേടാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു, അടുത്ത അധ്യായം ആ ജ്ഞാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ വീണ്ടും ഉണ്ടാകും. അല്ലെ? തിയറി കേൾക്കാൻ വളരെ എളുപ്പമാണ്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുക. ആ സംശയങ്ങൾക്ക് ഉത്തരം അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത അധ്യായത്തിന്റെ പേര് കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം. ഇതെങ്ങനെ പ്രവർത്തിക്കാം, പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് എങ്ങനെ ചെയ്യാം എന്നൊക്കെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത